കൈക്കൂലിക്കാരായ 2 എഞ്ചിനീയേഴ്സിനെ കേരളത്തിലെ വിജിലൻസ് ഇന്നലെ ട്രാപ്പിലാക്കി. 2 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതാണ് അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തൊടുപുഴയിൽ. അവിടെ പുതിയതായി പണിത ഒരു ആയുർവേദ ആശുപത്രി കെട്ടിടത്തിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2 ലക്ഷം രൂപ ചോദിച്ചത്. അതിൻ്റെ കംപ്ലീഷൻ കഴിഞ്ഞിട്ട് ഏകദേശം 1.5 മാസമായി. അതിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് അത് പിടിച്ചു വെച്ചു. ഏകദേശം 8-10 മാസം അവിടെ കിടന്നു. ഏതായാലും ഓൺലൈനിൽ അതിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ 2 ലക്ഷം ഇല്ലാതെ കാര്യം തീർക്കില്ല. എന്തായാലും ആ ആയുർവേദ ബിൽഡിംഗ് പണിത എഞ്ചിനീയർ തന്നെ ഈ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്ന ജോസഫ് എന്ന ആളെ കണ്ടു. അത് നടക്കില്ല, അതുകൊണ്ട് ഫയൽ ഏകദേശം 1 മാസം കൊണ്ട് പിടിച്ചു വച്ചിരിക്കുന്നു അയാൾ. 2 ലക്ഷം രൂപ ഇപ്പം പൈസ ഇല്ലെങ്കിൽ 75,000 രൂപ ഇങ്ങോട്ട് ബാക്കി പിന്നീട് തന്നാൽ മതി എന്നായി. ഏതായാലും നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പം അവർ ഇടുക്കിയിലെ വിജിലൻസ് ഓഫീസർമാരെ കണ്ടു. പൈസ കൊടുക്കാം, അങ്ങനെ പണം കൊടുത്തു. എറണാകുളം കറുകുറ്റി സ്വദേശിയായ MP ജോസഫ് എന്ന 54 വയസ്സുകാരനെ ഇടുക്കി വിജിലൻസ് DYSP സംഘവും അറസ്റ്റ് ചെയ്തു. കൈക്കൂലി പണം 75,000 രൂപയും അവരെ നിന്ന് പിടിച്ചെടുത്തു. 2025 ഓൺലൈനിലെ സർട്ടിഫിക്കറ്റ് ചോദിച്ചതാണ്. 2026 ആയിട്ടും ആ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. പകരം അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് റാങ്കിലെത്തിയ ഈ വ്യക്തി കൈക്കൂലിക്ക് വേണ്ടി തന്നെ ഏകദേശം 1 വർഷത്തോളം അവിടെ ആ ഫയൽ പിടിച്ചു വച്ചു. എന്തായാലും 75,000 രൂപ കൊടുക്കുകയും ചെയ്തു. അത് വിജിലൻസ് DYSP സംഘവും പിടിച്ചെടുക്കുകയും ചെയ്തു. ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. റിട്ടയർ ചെയ്യാൻ ഏകദേശം ഇനി 1 വർഷം മാത്രമേ കഷ്ടിച്ചുള്ളൂ. അവസാന നിമിഷത്തിൽ പലരും സർവീസിൽ നിന്ന് പിരിയുന്ന സമയത്ത് മാക്സിമം പൈസ പിടിക്കാനായിട്ട് പല സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ശ്രമിക്കുന്നത് നമുക്ക് കാണാം. അത് വലിയ കുഴിയിൽ ചെന്ന് വീഴുന്ന കാഴ്ചയാണ് കാണുന്നത്. 50 വയസ്സ് കഴിഞ്ഞാൽ കൈക്കൂലി വാങ്ങുന്നവർ കൈക്കൂലി അങ്ങ് നിർത്തി മിണ്ടാതിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് 54-ാമത്തെ വയസ്സിലൊക്കെ പോയി മാക്സിമം പിടിച്ചിറക്കാൻ പോയി കഴിഞ്ഞാൽ പെൻഷനും അവിടെ ഒന്നും ലഭിക്കില്ല, തടവ് ശിക്ഷ ഉറപ്പ്. പിന്നെ ഇതുവരെ ജീവിതത്തിൽ കെട്ടിവെച്ച ഇമേജും പോയി വലിയ ഗർത്തത്തിലേക്ക് വീണു വലിയ കുടുംബത്തിൽ വലിയ ദുര്യോഗം ഉണ്ടാകുന്ന കാഴ്ചയാണ് പലരെയും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് കൈക്കൂലി വാങ്ങുന്ന പതിവ് എല്ലാവരും നിർത്തണം. അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ചൊവ്വ സ്വദേശി മുഹമ്മദ് അസ്ലാമിനെ കോഴിക്കോടും അവിടെയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. 31 വയസ്സുകാരനാണ്. അദ്ദേഹത്തിന് അവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ പെർമിറ്റ് കൊടുക്കണം. അതിന് 10 മാസത്തോളം അദ്ദേഹം ആ ഫയൽ പൂഴ്ത്തിവെച്ചു. 20,000 രൂപ ഉണ്ടെങ്കിലേ ആ സർട്ടിഫിക്കറ്റ് തരുള്ളൂ എന്ന് പറഞ്ഞു. അതെന്തായാലും 15,000 രൂപയിൽ ഒതുക്കി. ആ കഴിഞ്ഞ ചൊവ്വാഴ്ച ഇയാളുടെ വീട്ടിലും റെയ്ഡ് നടക്കുകയും ചെയ്തു. ആ പിടുത്തം നടന്നത് അവിടെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറെ പിടിച്ചത് കോട്ടക്സ് സന്നിധാൻ റോഡിലെ കാൾടെക്സിൻ്റെ ഒരു സന്നിധാൻ, അതിൻ്റെ അടുത്ത് സന്നിധാൻ റോഡുണ്ട്, അവിടെ വെച്ച് രാത്രി 7:30-ക്കാണ് പിടിച്ചത്. അയാൾ വളരെ വിദഗ്ധമായിട്ട് ഓഫീസിൽ വെച്ചൊന്നും പൈസ വാങ്ങിച്ചിട്ടില്ല, വഴി വെച്ച് തന്നേക്ക് എന്ന് പറഞ്ഞ് വഴിയിലിട്ട് പിടിച്ചു. ഏതായാലും 2 കഥാപാത്രങ്ങളെ 2 എഞ്ചിനീയർമാരെ ആണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇടുക്കിയിലെ ആ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അറസ്റ്റ് ചെയ്ത DYSP വിജിലൻസിനെയും സംഘത്തിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. അതുപോലെ ഈ അസിസ്റ്റൻ്റ് എഞ്ചിനീയറെ ചൊവ്വയിലെ കണ്ണൂരിൽ പിടിച്ച അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം സമൂഹത്തിൽ ഇന്ന് ഏറ്റവും കാർന്നു തിന്നുന്ന ഒരു സംഭവം തന്നെ ഇല്ല. ഏത് ഓഫീസിൽ പോയാലും എന്തെങ്കിലും കൊടുക്കാതെ ഒന്നും ചെയ്യില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പോയി. അതുകൊണ്ട് ഇത്രയും കൂടുതൽ പൈസ ചോദിച്ചവരെ DYSPമാർ, വിജിലൻസ് DYSPമാർ അവരെ കണ്ടെത്തി ട്രാപ്പ് ചെയ്തത് അവരെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. ഇവർക്കൊക്കെ ശിക്ഷയും വാങ്ങിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന.